ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നീർദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നീർദോശ തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് തേങ്ങ എടുത്താൽ മതി. തേങ്ങയുടെ അളവ് ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. തേങ്ങയുടെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ചുടുമ്പോൾ കല്ലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരളവിൽ തേങ്ങ എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് അധികം വെള്ളം കൂടി പോകണ്ട. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അരയാൻ പാടായിരിക്കും. പിന്നെ അരയ്ക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പച്ചരിക്ക് 6.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് പച്ചരിക്ക് 3.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചൂടാൻ തുടങ്ങാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഇനി നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ പാൻ ചൂടാകാതെ ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ ശരിയായി കിട്ടില്ല. ഇപ്പം നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ ഫില്ലാവാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ മാവ് നമുക്ക് ഒഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം. നമ്മുടെ ദോശ കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. ഈ ദോശ നമുക്ക് മുട്ടക്കറിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം. ഏതിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇനി ഒന്ന് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.